ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് അത്രയും തകർപ്പൻ പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ. അപ്പൊ ഇനി നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നമ്മളെ മാത്സിന്റെ എക്സാം ആണ്. മാത്സ് എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അധികം ആളുകളും. സോ എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, മാത്സ് എക്സാം ഭയങ്കര സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അപ്പൊ പഠിച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്ത് പോകണം അല്ലെ. അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേടാ. ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടൗൺ ടു ദ സ്കൂൾ ഈസ് 5 കിലോമീറ്റർ. സ്കൂളും ടൗണും അല്ലെ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അപ്പൊ 5 കിലോമീറ്റർ ദൂരം സ്കൂളും ടൗണും തമ്മിലുണ്ട്. അപ്പൊ ആ സ്കൂളും ടൗണും തമ്മിലുള്ള ദൂരം അല്ലെ, നമ്മളുടെ റോഡിന്റെ ദൂരം നമ്മളിവിടെ ടാർ ചെയ്യാൻ പോവാണ്. അപ്പൊ ആ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോടാ, ദ റോഡ് വിത്തിൻ ദിസ് ഡിസ്റ്റൻസ് ഈസ് ബീങ് ടാർഡ്. ഓക്കെ, ദ ലാസ്റ്റ് ഡേ അല്ലെ, കഴിഞ്ഞ ദിവസം 2 കിലോമീറ്റർ 200 മീറ്റർ ടാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ടൗണിൽ നിന്ന് സ്കൂളിലേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ റോഡ് ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് കഴിഞ്ഞ ദിവസം 2 കിലോമീറ്റർ 200 മീറ്റർ എന്ത് ചെയ്തുവാടാ, ടാർ ചെയ്ത് കഴിഞ്ഞു. ചോദിച്ച ചോദ്യം ഇനി എത്ര ദൂരം കൂടെ ടാർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം മനസ്സിലാക്കുക, ടോട്ടൽ ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5000 മീറ്റർ ആയിരിക്കും നമ്മളെ ടോട്ടൽ ഡിസ്റ്റൻസ് ഉള്ളത്. ഇതില് ഫസ്റ്റ് ഡേ അല്ലെ, ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ടാർ ചെയ്തത് 2 കിലോമീറ്ററും 200 മീറ്ററുമാണ്. സോ ഈ 2 കിലോമീറ്റർ 200 മീറ്ററിനെ എനിക്ക് ടോട്ടൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എത്ര വരും? 2200 മീറ്റർ എന്ന് വരും. സിമ്പിൾ ആയില്ലേ? ഇനി എത്ര കൂടെ നമ്മൾ ടാർ ചെയ്യാനുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്ത് നോക്കിയാൽ നമ്മളെ ആൻസർ കിട്ടിയല്ലേ. അപ്പൊ 5000 നിന്നും 2200 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുവാടാ? 0 - 0 0 0. ദെൻ 0ൽ നിന്ന് 2 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, 1 കടമെടുത്തു. 10ൽ നിന്ന് 2 പോയാൽ ബാക്കി 8 വരും. ദെൻ ഇവിടെ 5 ഉണ്ടോ? ഇല്ല, 5ൽ നിന്നാണല്ലോ നമ്മൾ 1 കടമെടുത്തത്. സോ 4 - 2 എത്ര വരും ഇവിടെ? 2 എന്ന് വരും. അപ്പൊ എനിക്കിവിടെ 2800 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ദൂരം കൂടെ ടാർ ചെയ്യാനുണ്ട്? 2800 മീറ്റർ. പക്ഷെ ഇതിനെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റിയിട്ട് 2 കിലോമീറ്റർ 800 മീറ്റർ എന്നും എഴുതാം. സോ ഈ 2 രീതിയിൽ ആൻസർ പറഞ്ഞാലും ശരിയാണ്. 2800 മീറ്റർ എന്ന് എഴുതിയാലും 2 കിലോമീറ്റർ 800 മീറ്റർ എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ച് കാണുന്നുണ്ട്. പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ ബോർഡിൽ ഒരു ചോദ്യം കാണുന്നുണ്ടായിരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ 1 കിലോമീറ്ററിന് തുല്യമായത് ഏത്? മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, 1 കിലോമീറ്ററിന് തുല്യമായത് ഏത്? ഇതിന്റെ ആൻസർ നിങ്ങളാണ് പറയണത്. ചാറ്റ് ബോക്സിൽ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി മെഷർമെന്റ്സ് പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മെഷർമെന്റ് അല്ലെ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് പറയാ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക്. സോ ഇന്ന് രാവിലെ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലെ, ഡേ ടൈമിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും മക്കൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ എക്സാമിന് പോകുന്നതിന് മുൻപേ നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് റിവൈസ് ചെയ്ത് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം എടുത്തു പഠിച്ചിട്ട് പോകാം. സോ നാളെ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞാനും നിങ്ങളെ സ്വന്തം ശ്വേത മിസ്സും കൂടെ ഇന്ന് രാത്രി 7 മണിക്ക് ഒരു മെഗാ മാരത്തോണുമായിട്ട്. സോ മാരത്തോൺ മിസ് ചെയ്യരുത്, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് രാത്രി 7 മണിക്ക് കാണാം. അതുവരെ ബൈ ബൈ, സീ യു.